ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ ആയി നമ്മളൊരു ലോങ് വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പറ്റാവുന്ന അത്രയും വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളന്ന് റെഡി ആയിട്ട് നിൽക്കുന്നത് എൻ്റെ വീട്ടിലോട്ട് പോകാനാണ്. അപ്പോൾ വേദൂട്ടി വൃതിക്കുട്ടിയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. വേദൂട്ടിയിൽ നിന്ന് സ്കൂളിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ വൃതിക്കുട്ടി അംഗൻവാടിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വേദൂട്ടി ഒരു പാട്ട് പാടി തരണം, അവിടെ സ്കൂളിൽ പഠിപ്പിച്ച പാട്ടൊക്കെ പാടിത്തരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും റെഡിയായിരിക്കുകയാണ്. സുമേട്ടൻ കടയൊക്കെ അടച്ചെന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയതായിട്ടൊരു മഴക്കാറുണ്ട്. മഴ പെയ്യുന്നൊന്നുമില്ല, ചെറുതായിട്ടൊരു മഴക്കാറുണ്ട്. അപ്പോൾ നേരത്തെ പോകാനൊരു പ്ലാനുണ്ട്. അപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ കോൾസിലാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മഴക്കാറുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഇരുട്ടായിരിക്കുന്നത്. അപ്പോൾ വൃതിക്കുട്ടി എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. വേദൂട്ടി പുറകിൽ പോയിരിക്കുകയാണ്. വേദൂട്ടി കോളേജിൽ കയറിയ എപ്പോഴും പുറകിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. കുറച്ച് ടൈം കഴിഞ്ഞ് ആൾ സൈഡാവും കേട്ടോ. നല്ല ഉറക്കമായിരിക്കും. അതിനാണ് പുറകിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഉറങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ തന്നെ 2 പേർക്കും ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. വൃതിക്കുട്ടി ഉറങ്ങില്ല കേട്ടോ. വൃതിക്കുട്ടി ഓൾറെഡി അംഗൻവാടി പോയതാണല്ലോ. അപ്പോൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഈ പോകുന്നതിൻ്റെ ഉദ്ദേശം വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മുടെ നിധിമോൾക്ക് നാളെ 90 ദിവസമാവണം, അതായത് ശനിയാഴ്ച 90 ദിവസം ആവണം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് വരാനാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും നേരത്തെയൊക്കെ വീട്ടിലോട്ട് പോകുന്നത്. കാരണം സുമേഷയുടെ കട അടച്ചിട്ട് ഏകദേശം ഒരു 8:30-9 മണിക്കൊക്കെയാണ് സാധാരണ ചിറ്റൂരിൽ നിന്ന് മണ്ണൂരിലോട്ട് പോവാറ്. ഇന്നിപ്പോൾ മഴയൊക്കെ വരുന്നത് കൊണ്ട് മാത്രമാണ് കുറച്ച് അധികം തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പത്തിരിപ്പാല എത്തിയിട്ട്, പത്തിരിപ്പാല എത്തുന്നതിന് മുമ്പ് തന്നെ വേദൂട്ടിൻ്റെ ഒരു വലിയൊരു മുട്ടൻ വഴക്ക് കഴിഞ്ഞിട്ടാണ് വേദൂട്ടി നിൽക്കുന്നത് കേട്ടോ. അവൾക്ക് വിശക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ സമൂസയും 10 രൂപയ്ക്ക് 3 കടി കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടു ഞങ്ങൾ. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പത്തിരിപ്പാല എത്തിയ ശേഷം അവന്ന് കഴിക്കുകയാണ്. അപ്പോൾ സമൂസയാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. വീടെത്തിയതും കുറച്ച് നേരം കഴിഞ്ഞ് കരണ്ടൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു ഗെയിം കളിക്കൽ പതിവാണ് കേട്ടോ. മണ്ണൂർ വന്നാലും ഒരു ഗെയിം കളിക്കൽ പതിവാണ്. എല്ലാവരും കൂടെ ചേർന്നിട്ട് ലുഡോ കളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സുമേഷേട്ടനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ തക്കുടു വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മയൊക്കെ കിടന്നു കേട്ടോ. അമ്മമ്മ ഇപ്പം ഞങ്ങൾ കിടക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം ലൈറ്റൊക്കെ ഓഫ് ആക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ തക്കുടു വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ തക്കുടു വന്ന ശേഷം ഞങ്ങൾ ലുഡോ ഒക്കെ കളിച്ചിട്ടാണ് കിടക്കുള്ളൂ. അത് പതിവാണ്. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഗെയിം കളിക്കും. ഒരു മിനിറ്റ് ഫോൺ വേണോ? ഫോൺ വരാനില്ലല്ലോ. സാംസങ് ഫോൺ ആക്കില്ല. അച്ഛൻ്റെ ഫോണുണ്ട്, അമ്മയുടെ ഫോണിൽ വെച്ചില്ലല്ലോ. അത് ഗെയിമില്ല. അങ്ങനെ ഗെയിം കളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും പോയി കിടന്നു കേട്ടോ. ഒരുപാട് വൈകി കിടക്കാനായിട്ട്. അങ്ങനെ ഒരു 6 മണി 6:30 ആയിട്ടുണ്ട് ഉറങ്ങി എണീക്കാനായിട്ട്. നല്ല കിളികളുടെയും പക്ഷികളുടെയും സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഉറങ്ങി എണീറ്റത്. കുഞ്ഞു കിളികളൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ഞങ്ങൾ ചിറ്റൂരിലാണെങ്കിൽ വണ്ടികളുടെ സൗണ്ട് കേട്ടിട്ടാണ് എണീക്കാറുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് സുമേട്ടൻ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദൂട്ടി ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ശേഷം തൊട്ടിട്ട് ഏകദേശം ഒരു 6:30-7 മണി സമയത്തൊക്കെ ഉറങ്ങി എണീക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സുമേഷേട്ടൻ ഇവിടെ ആയതുകൊണ്ട് നടക്കാനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. സാധാരണ വീട്ടിലിരിക്കുന്ന ചിറ്റൂരാണെങ്കിൽ ജിമ്മിനൊക്കെ പോകുമല്ലോ. അപ്പോൾ ഇത് ജിമ്മിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേദൂട്ടി സുമേഷേട്ടനും കൂടെ ചേർന്നിട്ട് നടക്കാൻ പോകാൻ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ എണീറ്റ്
കുറക്കോ? അങ്ങനെ വേദുട്ടി സുമേഷേട്ടും വൃതിക്കുട്ടിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു നടക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ ദൂരമൊന്നും നടക്കാൻ സമ്മതിച്ചില്ല, കാരണം വൃതിക്കുട്ടിനെ തൂക്കിയിട്ട് വേണം എടുത്തിട്ട് വേണം നടക്കാൻ. അപ്പോൾ അങ്ങനെ അവർ വന്ന ശേഷം ഞാൻ വേഗം വൃതിക്കുട്ടിനെയും വേദുട്ടിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ശേഷം അമ്പലത്തിൽ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ കൈമുങ്ങന്നത്ത് കാവിൽ പോയിട്ട് കുറച്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാമെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് അവിടെ പ്രതിഷ്ഠാ ദിനവും കൂടിയാണ്. അപ്പോൾ പോയിട്ട് തൊഴുതിട്ട് വരണമെന്നുണ്ട്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് കുട്ടികളെ രണ്ടുപേരെയും റെഡിയാക്കുകയാണ്. സുമേഷേട്ടൻ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ വൃതിമോള് അമ്മമ്മേൻ്റെ കയ്യിൽ എന്താണ് ഇങ്ങനെ സ്കിന്ന് ചുളുങ്ങിയിരിക്കുന്നത് പറഞ്ഞ് നോക്കി നിൽക്കുക. ഇങ്ങനെ തൊട്ട് അമർത്തിക്കൊണ്ടിരിക്കുക. നല്ല സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തൊട്ട് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ ഈ സമയത്ത് നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് എന്തോ തിരക്കില്ല കേട്ടോ. കാരണം 11 മണിക്കാണ് നട തുറക്കുകയുള്ളൂ. പൂജ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങുകയുള്ളൂ. ഞങ്ങൾ പോകുമ്പോഴത്തേനും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ക്യൂ ഉണ്ടായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന അവിടെ ആണെച്ചാലും നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആ ഭാഗത്തോട്ടൊന്നും അങ്ങനെ പോയില്ല, തൊഴാനായിട്ട് നിന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന ശേഷം ഇനി അടുത്തത് നമ്മുടെ നിധിമോളിനെ വിളിക്കാനാണ് നമ്മൾ പോകുന്നത്. ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നിധിമോളുടെ 90ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നിധിമോളിനെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ നിധിമോള്, നമ്മുടെ നിത്തുവിൻ്റെ കുഞ്ഞനിയത്തി കേട്ടോ. അപ്പോൾ പോകുമ്പോഴത്തേനും നിധിമോൾ നല്ല ഉറക്കമായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം നിധിമോൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം നിധിമോളിലൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം നിധിമോളിനെ എടുത്തുണ്ടോ. അതിന് കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല, ആൾ സൈലൻ്റാണ്. അപ്പോൾ ഇന്ന് നിധിമോൾക്ക് 90ാമത്തെ ദിവസമാണ്. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിധിമോളിനെ ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദുട്ടിയും വൃതിക്കുട്ടിയും ആകും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വന്ന ടൈം കൊണ്ട് തന്നെ അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ചർച്ചയുണ്ടോ നടക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം.
അപ്പോഴത്തേന് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കഴിക്കാനായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും അതേപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വരണ ഇഷ്ടമായ വൃത്തിക്ക് ആ ഫോൺ മാറ്റി പുതിയതല്ല സെക്കൻഡ് ഫുഡ് കഴിച്ചതും ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇറങ്ങാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 1:30 കഴിഞ്ഞ ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. വേദു ഒരുമിച്ച് കുത്തും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2:30 മുമ്പായിട്ട് തന്നെ വീട്ടിൽ കയറാം, അങ്ങനെ ഒരു ടൈമും കൂടി ഉണ്ട്. അപ്പോൾ കുഞ്ഞുവാവനെ ആദ്യം വീട്ടിലോട്ട് കയറ്റുമ്പോൾ വിളക്കൊക്കെ കൊളുത്തിയിട്ട് കുഞ്ഞുവാവനെ അടുത്തുകൊണ്ട് കിടത്തും കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി മോള് കുഞ്ഞുവാവൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ആ ശരി, എടുത്തോ എടുത്തോ എടുത്തോ. നമ്മുടെ നിധിമോളെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സുമേഷേട്ടൻ ഷോപ്പ് ലീവാക്കിയിരിക്കുകയാണല്ലോ, ഇനി പോയിട്ട് വേണം ഷോപ്പ് തുറക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നമ്മുടെ നിധിമോളുടെ 90ാമത്തെ ദിവസമാണെന്ന് കൂട്ടിക്കൊണ്ട് വരലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്